ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം. മണലൂർ നിയോജകമണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായുള്ള പട്ടയമേള വാടാനപ്പള്ളി EMS ഹാളിൽ നടത്തി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി പറഞ്ഞു. 5 ലക്ഷം പട്ടയങ്ങൾ അധികാരം ഒഴിയുന്നതിന് മുമ്പ് അർഹരായ കൈകളിൽ എത്തിക്കുവാൻ കഴിയും എന്ന ഉറപ്പോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നീട്ടിപ്പിടിച്ച് നിൽക്കലല്ല നമ്മുടെ ജോലി. ആ ചട്ടവും നിയമവും അതിന്റെ വഴികളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കില്ല. പറഞ്ഞു തുടങ്ങിയാൽ എത്രയാണ്? മൊറാടയിലെ ഭൂമി, കാന്തലോട്ടിലെ ഭൂമി, ജാനകി വയലിലെ ഭൂമി, മൊച്ചാടിലെ ഭൂമി, ഇവിടെ മഞ്ചേരിയിലെ സത്രം ഭൂമി, ഇങ്ങനെ തുടങ്ങി തെക്കൂട്ട് സഞ്ചരിച്ചാൽ കടലോരത്ത് താമസിക്കുന്നവരുടെ CR സെന്റിൽ പട്ടത് മാറ്റിവെച്ചു കൊടുക്കുന്ന ഭൂമി ഉൾപ്പെടെ 4,09,955 പേർ ഇന്ന് ഭൂമിയുടെ അവകാശികളായി മാറി എന്ന് മാത്രമല്ല, ആ കൊടുക്കുന്ന പട്ടയങ്ങളുടെ എണ്ണം ഈ ഗവൺമെന്റിന്റെ കാലത്തു തന്നെ 5 ലക്ഷമാക്കി മാറ്റാനുള്ള ശ്രമകരമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഈ ഗവൺമെന്റ്. ആ 5 ലക്ഷം പട്ടയങ്ങളും ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് അർഹരായ മനുഷ്യരുടെ കയ്യിലെത്തിക്കും എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഭൂമി കൈമാറുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മിനിമമായി സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിക്കും ഡിജിലോക്കറും ഡിജിറ്റൽ കാർഡുമായി കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ അതിവേഗം മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നാം പോകുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മണലൂർ നിയോജകമണ്ഡലത്തിൽ 2024 ജൂൺ മുതൽ 2025 മെയ് വരെ 109 ക്രയ സർട്ടിഫിക്കറ്റുകളാണ് അനുവദിച്ചത്. 2021 മെയ് മുതൽ 2024 മെയ് വരെ 457 ക്രയ സർട്ടിഫിക്കറ്റുകളും കൂടി ഈ മണ്ഡലത്തിൽ 566 പട്ടയങ്ങളാണ് ആകെ വിതരണം ചെയ്തത്. ഇതിൽ 5 നൂറ്റാണ്ടിലേറെയായി വാടാനപ്പള്ളി വില്ലേജിലെ രേഖകളില്ലാതെ ജീവിച്ചിരുന്ന 13 കുടുംബങ്ങൾക്കും പട്ടയം അനുവദിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് ആധികാരികമായ രേഖയില്ലാത്തതിനാൽ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ ഗുണഭോക്താക്കളാകാനോ ബാങ്ക് വായ്പ തുടങ്ങിയവ നേടാനോ ഈ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ബെന്നി ആന്റണി, AV വല്ലഭൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, കൊച്ചപ്പൻ വടക്കൻ, ദിൽന ധനേഷ്, MM റിജീന, ജിയോ ഫോക്സ്, മിനി ജയൻ, രേഖ സുനിൽ, സ്മിത അജയ്കുമാർ, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ KT ബാബു, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. +1 +2 ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിംഗ്, റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ NEET, JEE, KEAM എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഇനി ഒട്ടും പേടിക്കണ്ട. മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. Abroad studies-നായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ. We provide excellent library, expert faculties, regular exams, online, offline and hybrid classes with well-furnished digital AC classroom. നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം.